വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ആംബുലൻസിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് എന്തോ വലിയൊരു സാമ്രാജ്യം നേടി എന്നുള്ള രീതിയിൽ കൊടിയും പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇവന്മാർ ഈ പരിപാടി കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവൻ ഡോക്ടർ പറഞ്ഞു അത്രേ, ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു അത്രേ, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മുൻപ് വന്നിരുന്നെങ്കിൽ ഈ പറയുന്ന ബിനു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവൻ കുറച്ച് നേരമെങ്കിലും പിടിച്ചു നിർത്താൻ സാധിക്കുമായിരുന്നു എന്ന്. അദ്ദേഹം ആത്മഹത്യ ചെയ്ത് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താനായിട്ട് കൊണ്ടുവന്ന സമയത്താണ്, നമുക്കറിയാം 108 ആംബുലൻസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അത്യാഹിതമായിട്ടുള്ള ആളുകളെ കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. എത്ര വലിയ മന്ത്രിമാർ പോയാലും, എത്ര വലിയ മഴയായാലും, എത്ര വലിയ വെള്ളപ്പൊക്കമായാലും ആ ആംബുലൻസിന് കടന്നു പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് പോലീസുകാരും അതേപോലെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, പൗരന്മാരൊക്കെ ചെയ്യേണ്ടത്. അതേസമയം ആ ആംബുലൻസിൻ്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് ഈ പിറപ്പുകേട് കാണിക്കാനായിട്ട് ഇവന്മാർക്ക് ആരാണ് ഇത്ര അധികാരം കൊടുത്തത് അല്ലെങ്കിൽ അനുവാദം കൊടുത്തത്? അത് പറയുകയാണെങ്കിൽ കോൺഗ്രസ് തന്നെയായിരിക്കും. കോൺഗ്രസിൻ്റെ ഈ പറയുന്ന മക്കളാണല്ലോ ഈ പറയുന്ന പിറപ്പുകേട് കാണിക്കാനായിട്ട് ആ മുന്നിൽ നിന്നത്. അപ്പോൾ ഇത് മരിച്ചത് വേറെ ആരുമല്ല, ഒരു ദളിത് യുവാവാണ്. അത് ദളിത് യുവാവെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ അവഹേളിക്കാനായിട്ട് ഞാൻ പറയുന്നതല്ല. കാരണം ഇവന്മാർ കാണിച്ചിരിക്കുന്ന ഈ അവഗണന അത് ഇങ്ങനെയുള്ളൊരു പയ്യനായതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളായതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. എന്നിട്ട് ഇവന്മാർ പറഞ്ഞത്